ശ്രീ പി ജയരാജന് കുടുംബത്തിനും ഓഹരിയുള്ള വൈദേകം റിസോർട്ടും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നതിന്റെ ആരോപണം ശ്രീ പി ജയരാജൻ തന്നെ ശരിവെച്ചതിൽ ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്റെ ഭാര്യയ്ക്ക് അതിൽ ഷെയർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ? എനിക്കോ എന്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നേക്കാന്ന് പറഞ്ഞു. സതീശനോ സതീശന്റെ കുടുംബത്തിനോ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കും എന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ വരുടെ ഷെയർ വേണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. ആ തരാന്ന് പറഞ്ഞ സാധനമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് വൈദേകം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട്, കുടുംബത്തിന് ഷെയർ ഉണ്ട്. ആ ഷെയറുള്ള ആ സ്ഥാപനവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടാക്കി. അതിനാണ് നിരാമയ വൈദേക റിസോർട്ട് എന്നായി അത് മാറിയത്. അപ്പൊ കേരളത്തിലെ സമുന്നതനായ CPM നേതാവും സമുന്നതനായ ഒരു BJP നേതാവും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതുവരെ ആ ബന്ധം വളർന്നു. അങ്ങനെ അനുവദിക്കുന്ന പാർട്ടിയാണോ CPM? CPMന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ? കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത്, ഇത്തരം ബിസിനസ് നടത്തുന്നത്? അത് എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം? വെറുതെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതാണോ? ജയരാജൻ തന്നെ പറഞ്ഞു കേരളത്തിൽ BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും. എന്നിട്ടും നിർത്തിയില്ല അദ്ദേഹം BJPയോടുള്ള സ്നേഹം. ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള കേരളത്തിലെ 3-4 BJP സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അന്വേഷിച്ചു പോയത്, എന്താണ് ഇത്രയും BJPക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം ശ്രമിക്കുന്നത്, CPM നേതാക്കൾ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വളരെ അടുത്ത ബിസിനസ് ബന്ധം വരെയുണ്ട്. എന്നിട്ട് എന്തായാലും മറുപടി പറഞ്ഞ് അവര് തമ്മിൽ കണ്ടിട്ടില്ലാന്ന്. എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. MV ഗോവിന്ദൻ എന്നെ വന്ന് വെല്ലുവിളിച്ചു, EP ജയരാജൻ വന്ന് വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു കേസ് ധൈര്യം ഉണ്ടെങ്കിൽ കൊടുത്ത് ഞാൻ അവിടെ രേഖകൾക്ക് ഹാജരാക്കാം. അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എന്റെ കയ്യിലുണ്ടോ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ? അവർ തന്നെ പബ്ലിഷ് ചെയ്താണ്. ആര് രഹസ്യമായിട്ട് ഫേക്ക് ഉണ്ടാക്കിയതല്ല. ഈ നിരാമയ വൈദേകം റിസോർട്ട് തന്നെ മീഡിയയ്ക്ക് കൊടുത്ത പടമാണ് എന്റെ കയ്യിലുള്ളത്. അവർ തന്നെ പബ്ലിഷ് ചെയ്ത പടമാണ്. ഇപ്പോഴും ഉണ്ട്, സൈറ്റിലെല്ലാം ഉണ്ട്, ഉള്ള പടമാണ് എന്റെ കയ്യിലുള്ളത്. ആ പടമല്ല ഫേക്ക് ചെയ്തെന്ന് ഇപ്പൊ പറയുന്നത്. അത് വേറൊരു പടം ഫേക്ക് ചെയ്ത. ഫേക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യാജ പടം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ കേസെടുക്കാൻ ധൃതി കാണിക്കുന്ന CPM എത്ര പരാതി ഞാൻ കൊടുത്തു. എന്നെ ഇതിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി അപകീർത്തിപ്പെടുത്തിയതിന് ഞാൻ കൊടുത്ത 1 ഡസനോളം പരാതികളെ ഒരെണ്ണത്തിൽ പോലും അവർ കേസെടുത്തിട്ടില്ല. ഒരെണ്ണത്തിൽ പോലും. ചിലത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്. കോൺഗ്രസിനകത്ത് എത്ര വനിതകളെ അപഹേളിച്ചു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ വരെ അവഹേളിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റ് ഇട്ടു. അതൊന്നും ഒരു കേസെടുത്തില്ല. ഒന്നും കേസെടുത്തില്ല. ഞങ്ങളെടുത്ത് ഒരു പരാതിയിലും കേസെടുത്തില്ല. ഈ പരാതിയിൽ കേസെടുക്കണമെങ്കിൽ എടുത്തോ, ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ കേസു. ഞാൻ പറഞ്ഞ ഫോട്ടോ ഈ വ്യാജ ഫോട്ടോ അല്ല, ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോയാണ്. അത് ഈ വ്യാജ ഫോട്ടോ കാട്ടി ഇതാണ് VD സതീശൻ പറഞ്ഞ ഫോട്ടോ എന്ന് പറയണ്ട. അദ്ദേഹം ഉയർത്തി കാണിച്ച ഫോട്ടോ അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോ അല്ലാത്ത ഫോട്ടോ ഈ കമ്പനി തമ്മിൽ ബന്ധം. ഇനിയിപ്പോ അത് ഇനി ഞാനത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം തന്നെ സമ്മതിച്ചു ഈ 2 കമ്പനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഇത് ഇപ്പൊ പറയാണ് ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുകയാണ്. ആര്? EP ജയരാജൻ നമ്മളോട് ചോദിക്കുക, രാജീവ് ചന്ദ്രശേഖരനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ഇതിൽ ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത് തന്നെയാണ് പണ്ട് 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിയുടെ മാനേജറായിട്ടിരിക്കുമ്പോൾ അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു പിടിയില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അവസാനം അത് തിരിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. ഞാൻ പിന്നെ അദ്ദേഹം ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറയാനും ഞാൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങി അപ്പത്തൊട്ട് നിരവധി CPM നേതാക്കളും പ്രവർത്തകരും ഒക്കെ എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഈ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചതും ലിസ് വിവാദവും VS അച്യുതാനന്ദൻ ഷെയ്ഡി ക്യാരക്ടർ എന്ന് പറയുന്ന ബിസിനസ്സുകാരായിട്ടുള്ള ബന്ധവും മറ്റേ ദേശാഭിമാനിക്ക് പരസ്യം മേടിച്ച കാര്യവും ഏറ്റവും അവസാനം ചിറ്റപ്പന്റെ റോൾ എടുത്തത് ഉൾപ്പെടെയുള്ള
ഒരു ഡസനോളം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഈ സബ്ജക്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ ആ സബ്ജക്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്റെ വിശ്വാസ്യത ഞാൻ ഒന്നുകൂടി അത് തെളിയിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം, അതായത് കേരളത്തിലെ സമുന്നതരായ CPM നേതാവും സമുന്നതരായ BJP നേതാവും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. ഈ